എറണാകുളം പറവൂർ ടൗൺ ഹാളിൽ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലി തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സാനുക്ക് സജീവമുണ്ട് വിവരങ്ങൾ. അല്ലാതെ സാനുവിലേക്ക് വരും മുൻപ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ സംഭാഷണ ശകലങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ പങ്കുവെക്കുകയാണ് സാധാരണക്കാർ, മലയാളികളെല്ലാം തന്നെ. അതിൽ ഹൃദയത്തിൽ കൊള്ളുന്ന ഒരു കുറിപ്പ് കണ്ടത്, ഗ്രാമഫോൺ സിനിമയിലെ ഒരു പാട്ടുണ്ട്, എന്തേ എന്നും വന്നില്ല. ആ ഒരു പാട്ടിനെ കുറിച്ച് അദ്ദേഹം ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത്, ഇന്ന് ആ പാട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലൊരു പിടച്ചിലാണെന്നാണ്. കാരണം അന്ന് അദ്ദേഹം ആ പാട്ട് കേൾക്കുമ്പോൾ, ആ പാട്ടിൽ അഭിനയിച്ച, ആ ഒരു സീനിൽ അഭിനയിച്ച അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച ഒരു പാട്ടാണത്. ഒരു ദിവസം രാത്രി എൻ്റെ ബന്ധു മരിച്ചു. അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഞാനിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സമയം പോകാഞ്ഞത് കാരണം TV വെച്ചു ഒരു പാട്ട് കേൾക്കുകയാണ്. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ വിറച്ചുപോയി. കാരണം അതിൽ ഞാൻ മാത്രമേ ഇപ്പോൾ ജീവനോടെയുള്ളൂ. ബാക്കി ആ സീനിൽ അഭിനയിച്ച ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാത്രി TV-യിൽ ഞാൻ പാട്ട് കാണുമ്പോൾ ഞാനൊരു ലോകത്തിങ്ങനെ അടുത്ത ആളായിട്ട് നിൽക്കുകയാണ്. വല്ലാത്ത ഫീലിംഗ് ആയിപ്പോയി എനിക്ക്. ഞാൻ ഇപ്പോഴും ആ പാട്ടാണ് കാണാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ ഒരു വേട്ടയാടലാണ്. അതൊക്കെ പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയില്ല. ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ പല സീനിലും ഞാൻ TV ഓഫ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു സീൻ കാണുമ്പോൾ പോലും. ഇനി അവരാരും തിരിച്ചു വരില്ല എന്നോർത്തുകൊണ്ടാണ്. അന്ന് സലീം കുമാർ പറഞ്ഞ വാക്കുകളാണ്. ഈ ഒരു കുറിപ്പ് കണ്ടപ്പോൾ നമ്മളിപ്പോൾ ആ യൂട്യൂബിൽ ആ പാട്ട് നിർത്തി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കമന്റുകളെല്ലാം തന്നെ പറയുന്നത്, സലീമേട്ടൻ അന്ന് പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു, ആ പാട്ടിലെ ആരും തന്നെ ഇന്നില്ല എന്നാണ്. അത്രത്തോളം വേദനാജനകമായ ഓർമ്മക്കുറിപ്പുകൾ എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു. നേരിട്ട് കാണാൻ കഴിയാൻ, എറണാകുളത്തെത്തി നേരിട്ട് കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിയാത്ത എല്ലാ മലയാളികളും സമൂഹ മാധ്യമത്തിലൊരു കുറിപ്പെങ്കിലും പങ്കുവെച്ച് അദ്ദേഹത്തിനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. അത്രത്തോളം അടുത്തു നിന്ന ഒരു ഹാസ്യതാരം, അല്ലെങ്കിൽ അതുല്യ കലാപ്രതിഭ, അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് സാംസ്കാരിക കേരളം. സാനു, നമുക്കറിയാം, ഓരോ ദിവസവും രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്കെങ്കിലും സലീം കുമാറിന്റെ ഡയലോഗ് ആയിരിക്കും. കാരണം നമ്മളത് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ പറയുന്നുണ്ടായിരിക്കും. അത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു നടൻ, അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഇനിയൊരു ഓർമ്മയായി മാറുകയാണ്. മോഹൻലാൽ അടക്കം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് പ്രിയപ്പെട്ട സലീം കുമാർ വിടവാങ്ങിയത്. ദേശീയ പുരസ്കാരം വരെ നേടിയ അനുഗ്രഹീതനായ കലാകാരൻ, മറ്റുള്ളവരെ സഹായിക്കുകയും അവരെ സഹോദരതുല്യം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ സ്നേഹത്തിനുടമയായിരുന്നു അദ്ദേഹം. നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു. സിനിമയ്ക്കകത്തും പുറത്തും എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു സലീം കുമാർ. സാമൂഹിക വിഷയങ്ങളെ നിരീക്ഷിക്കുകയും തുറന്ന് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന പൗരബോധം എല്ലാ കാലത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രിയ സുഹൃത്തിന് വേദനയോടെ ആദരാഞ്ജലികൾ എന്നാണ് നടൻ മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. സാനു ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാനു ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. ഉച്ചയ്ക്ക് 1 മണി വരെ പൊതുദർശനം തുടരും. വൻ ജനാവലി തന്നെയാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്, അല്ലേ? അമലെ, തീർച്ചയായിട്ടും പൊതുദർശനം തുടരുകയാണ്. പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനം ഇപ്പോൾ ആരംഭിച്ച് 1.5 മണിക്കൂറോളം പിന്നിടുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. VD സതീശന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ടൗൺ ഹാളിലേക്ക് മുഖ്യമന്ത്രിയും എത്തും. അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയാളികളുടെ ഒരു ദിവസം പോലും, അതായത് മലയാളികൾ ഉണ്ണുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും
ഉറങ്ങുമ്പോഴാണെങ്കിലും അവർ എണീക്കുമ്പോഴാണെങ്കിലും ഈ ഒരു സലീം കുമാറിൻ്റെ നർമ്മം അത് എല്ലാവരും അവരുടെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ്. കാരണം ഈ കടമെടുക്കലുകളില്ലാത്ത തൻ്റെ സ്വരസിദ്ധമായിട്ടുള്ള ശൈലിയിലൂടെയുള്ള നർമ്മമാണ് അദ്ദേഹം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം അത്തരത്തിലുള്ള നർമ്മങ്ങൾ എന്നും നിലനിൽക്കുക. കടമെടുക്കലുകളുടെ ഒരു കൂത്തരങ്ങായിട്ട് നമ്മുടെ മലയാള സിനിമ പലപ്പോഴും മാറാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തൻ്റേതായിട്ടുള്ള ശൈലിക്കൊപ്പം സഞ്ചരിച്ച ഒരു മഹാനടനാണ് സലീം കുമാർ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയ എന്നടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എപ്പോഴും ചിരിപ്പിക്കുന്ന ഡയലോഗുകളിലൊന്നാണിത്. ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ഈ സലീം കുമാർ എന്ന് പറയുന്ന മഹാനടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം വാക്കുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം വിയോഗശേഷം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഒരു വിങ്ങലായിട്ട് പലരും അവരുടെ അനുഭവ കുറിപ്പുകളായിട്ടൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ ജനത്തിരക്കാണ് പറവൂരിലെ ഈ ഒരു പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്കുള്ളത്. കാരണം സാധാരണക്കാർക്കൊപ്പം നിന്ന് അവരുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിച്ച ഒരു നടനാണ് സലീം കുമാർ. ഓരോരുത്തരുടെ വേദനകളും പൂജ്യത്തിൽ നിന്നും വളർന്നു വന്ന ഒരു മഹാ വ്യക്തിയായി മാറിയ, അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിലാക്കുന്ന തലത്തിലേക്ക് വളർന്നു കയറിയ നടന്നു കയറിയ ഒരു നടനാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സലീം കുമാറിൻ്റെ ആ ഒരു വിയോഗം ഇപ്പോഴും അവർക്കാർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കായിക്കോട്ടെ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കായിക്കോട്ടെ, ബന്ധുക്കൾക്കായിക്കോട്ടെ, ആർക്കും ആ ഒരു വിയോഗം ഇതുവരെ താങ്ങാൻ സാധിച്ചിട്ടില്ല. ആ ഒരു യാഥാർത്ഥ്യം ഇതുവരെ അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബന്ധുക്കളൊക്കെ അതേപോലെ തന്നെ സുഹൃത്തുക്കളും ഈ സലീം കുമാറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് വൃന്ദങ്ങളടക്കം വ്യക്തമാക്കുന്നത് ഈ ഒരു പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ, പലപ്പോഴും ഈ സലീം കുമാർ ഈ പല കാര്യങ്ങൾക്കായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന വേളയിൽ മരിച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ അതിനെയൊക്കെ വളരെ ചിരിയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ തിരിച്ചു വന്നു എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ ഒരു വാക്ക് അത്തരമുള്ള വ്യാജ വാർത്തകളെയൊക്കെ തൃണവൽക്കരിക്കുന്ന അതിനെയൊക്കെ തൻ്റേതായിട്ടുള്ള ശൈലിയിൽ സ്വീകരിക്കുന്ന ഒരു സലീം കുമാർ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാൽ ആ ഒരു യാത്ര അവസാന യാത്രയായി എന്നുള്ളതാണ്. 56-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ജീവിതഗന്ധികളായിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ചാരുത നൽകിയ ആളുകൂടെയാണ് സലീം കുമാർ. അതെല്ലാം കാലാനുവർത്തിയായിട്ട് ഇനിയും മലയാളികളുടെ ഹൃദയത്തിലൂടെ ഓരോ ദിവസവും അവരുടെ ജീവിതത്തിനൊപ്പം കടന്നു പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സലീം കുമാർ എന്ന് പറയുന്ന ആ നടൻ അഭിനയിച്ച് അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് കഥാസന്ദർഭങ്ങൾ ഇനിയും മലയാളികളുടെ ജീവിതത്തിലൂടെ കടന്നു വരും. അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇനിയും കൽപ്പാന്തകാലത്തോളം ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യവും എല്ലാവരും മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ ഒരു നടൻ മരിക്കുമ്പോൾ ആദരാഞ്ജലികൾ ഇടുന്ന ഒരു ശൈലിയുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് ഓരോ കഥാസന്ദർഭങ്ങളെയും സലീം കുമാർ എങ്ങനെയാണോ മലയാളികളെ ചിരിപ്പിച്ച ആ ഒരു ശരീരഭാഷ തന്നെ എല്ലാവർക്കും ഒരു നർമ്മം നുകർന്നു നൽകുന്ന ഒരു രീതിയിലായിരുന്നു, പകരുന്ന ഒന്നായിരുന്നു. ആ ഓരോ സന്ദർഭങ്ങളും ആ ഓരോ ചലച്ചിത്രങ്ങളുടെ ഓരോരോ കഥാഭാഗങ്ങൾ അവരവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇട്ടുകൊണ്ടാണ് സലീം കുമാറിനെ യാത്രയാക്കുന്നത്. എന്തായാലും മന്ത്രിമാരടക്കം നിരവധി പ്രമുഖർ സലീം കുമാറിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അവരുടെ പ്രിയപ്പെട്ട നടനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും സലീം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.